ഇന്ന് ഹൈക്കോർട്ട് ഇലക്ഷനാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കോടതിയിലോട്ടാണ് പോകുന്നത്. ഞങ്ങളല്ല, ഞാൻ, ഫ്രണ്ട്സൊക്കെ അവിടെ വരും. അങ്ങനെ കോർട്ടിലെത്തി വോട്ടൊക്കെ ചെയ്തു. അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഹൈക്കോർട്ടിൽ മാത്രമല്ല, ഒരു കോടതിയിലും അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കൊച്ചിയിലോട്ടാണ് കേട്ടോ. വാട്ടർ മെട്രോയിലാണ് പോയത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ വെയിലത്ത് വണ്ടി ഓടിക്കാൻ വയ്യ. അവിടെ ഇപ്പോൾ കൊച്ചി ബിനാലെ നടക്കുകയാണ്. ബിനാലെ എന്നത് ഇന്ത്യസ് ലാർജസ്റ്റ് കണ്ടംപററി ആർട്ട് ഫെസ്റ്റിവലാണ്. മെയിനായിട്ട് അവിടെ എക്സിബിഷൻസും പെർഫോമൻസും വർക്ക്ഷോപ്സും ഒക്കെയാണ് ഉള്ളത്. ഡിസംബർ 12 മുതൽ മാർച്ച് 31 വരെയാണ് ഈ ഒരു ബിനാലെ നടക്കുന്നത്. 200 രൂപയാണ് കേട്ടോ ഒരാളുടെ ഫീസ് വരുന്നത്. സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ID പ്രൂഫ് ഉണ്ടെങ്കിൽ 100 രൂപ വരുന്നുള്ളൂ. പിന്നെ സീനിയർ സിറ്റിസൺസിനും 100 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു ഡിസംബർ 25 ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ആർട്ട് ഫെസ്റ്റ് ആണ് കേട്ടോ ഇത്. ഒരു സിംഗിൾ ഹാളിൽ മാത്രമല്ല ഈ ഒരു ആർട്ട് ഫെസ്റ്റ് നടക്കുന്നത്, ആ സിറ്റി മൊത്തം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്നൊരു മാപ്പ് തരുന്നതാണ് അവർ ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ആ മാപ്പ് നോക്കിയിട്ട് നമ്മൾക്ക് അവിടെയൊക്കെ പോയി കാണാവുന്നതാണ് കേട്ടോ. ചിലതൊക്കെ ഫ്രീ എൻട്രി ആണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടിയിട്ട് ചെയ്യുന്ന ഓരോ വർക്ക്സാണ് അവിടെ എക്സിബിഷനിൽ വെച്ചിരിക്കുന്നത്. ചില ആർട്ട് വർക്കൊക്കെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിയേക്കാം, പക്ഷേ അതൊക്കെ നോർമലാണ് കേട്ടോ. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പോകുമ്പോൾ ID കാർഡ് എടുക്കാൻ മറക്കരുത്. പിന്നെ കൊച്ചിയിൽ ഇപ്പോഴത്തെ വെതർ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും എടുക്കണം. വെള്ളം നമുക്ക് അവിടെ കിട്ടും, എന്നാലും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, പാർക്കിംഗ് ഒക്കെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഓട്ടോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 2 വീലേഴ്സ് എടുക്കുക കേട്ടോ. ഡിസംബർ ജാനുവരി ടൈമൊക്കെ ഒരു പീക്ക് ടൈമാണ്. അതുകൊണ്ട് ഒരുപാട് പേരുണ്ടാവും കാണാനായിട്ട്, നല്ല തിരക്കുണ്ടാവും. നിങ്ങൾ വീക്ക് ഡേയ്സ് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ ആർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. കൂടാതെ അവിടെ ചെറിയ ചെറിയ നോട്ട്സൊക്കെ കാണാം. അത് വായിച്ചാലും നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളതൊന്നും ഒരു തമാശയാക്കി എടുക്കാതെ, കളിച്ച് ചിരിച്ച് നടക്കാതെ ആ ആർട്ടിനെയും ആ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. അവർ ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇത് നമുക്കൊരു ക്ലോത്ത് ആയിട്ടല്ലേ തോന്നുന്നത്, എന്നാൽ ഇതിൻ്റെ അടുത്ത് പോയി നോക്കിക്കേ, ഒരുപാട് പ്ലാസ്റ്റിക്സും വേസ്റ്റ് മെറ്റീരിയൽസും കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ആർട്ട് വർക്ക്സ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. ഇത് ബിനാലയുടെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലൊക്കെ പോകാൻ പറ്റും, പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.